വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പുണ്ടായ വർഷമാണ് 2024. റെക്കോർഡ് നേട്ടമാണ് സ്വർണ്ണവില രേഖപ്പെടുത്തിയത്. ഇന്റർനാഷണൽ മാർക്കറ്റിലും മികച്ച പ്രകടനമാണ് സ്വർണം കാഴ്ചവെച്ചത്. 2025 സ്വർണ്ണവിലയിലെ ട്രെൻഡ് എന്തായിരിക്കും? നിക്ഷേപകർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇക്കാര്യങ്ങളെല്ലാം വിലയിരുത്താൻ ജിയോജിത് ഹെഡ് റിസർച്ച് കമ്മോഡിറ്റീസ് വി ഹരീഷ് നമ്മോടൊപ്പം ചേരുന്നു. വെൽക്കം ഹരീഷ്. 2024 ഒരു മിന്നിത്തിളങ്ങുന്ന വർഷമാണ് സ്വർണത്തിനുണ്ടായത്. വലിയ കുതിപ്പാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയത്. ഈ ഒരു ട്രെൻഡിനുള്ള കാരണം എന്തായിരുന്നു? ശരിയാണ്. കഴിഞ്ഞ വർഷം, അതായത് 2024 ജനുവരി തൊട്ട് ഏകദേശം നവംബർ വരെയുള്ള കാലയളവിൽ 28% വർധനവ് സ്വർണ്ണവിലകളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ആഭ്യന്തര വിപണിയിൽ മാത്രമല്ല, വിദേശ വിപണിയിലും ഉണ്ടായിട്ടുണ്ട്. ഈ കാലയളവ് നോക്കുമ്പോൾ ഏകദേശം 15 വർഷത്തെ ഏറ്റവും ഉയർന്ന ഒരു നിലവാരം, ശതമാനം കണക്കിൽ നോക്കുമ്പോൾ ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് ഈ അപകടം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വിലകളിലും റെക്കോർഡ് നിലവാരത്തിലാണ്. ആഭ്യന്തര വിലകൾ ഏകദേശം 79,000, 10 ഗ്രാമിന് 79,000 നിലവാരത്തിലേക്കും, വിദേശ വിലകൾ $2,700 അടുത്തേക്ക് ട്രോയ് ഔൺസ് ഈ വർഷം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം മാത്രമല്ല, ഗോൾഡിൻ്റെ ഈ ഒരു ബുള്ളിഷ് മൂവ് കഴിഞ്ഞ 2.5 വർഷമായിട്ട് മാർക്കറ്റിലുള്ള ഒരു സിനാരിയോ ആണ്. 2022 നവംബർ തൊട്ട് തന്നെ ഗോൾഡിൻ്റെ വിലകൾ ശരിക്കും നല്ല ഒരു പീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് 4 കാരണങ്ങളാണ്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വർദ്ധിച്ചു വരുന്ന ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. നേരത്തെ തന്നെ റഷ്യ ഉക്രൈൻ ബന്ധത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതിനുശേഷം വന്നിരുന്ന ഇസ്രായേൽ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ്. ഇത്തരം കാര്യങ്ങൾ സ്വർണത്തിലേക്കുള്ള പുതിയ നിക്ഷേപകരെ ഒരു സുരക്ഷിത നിക്ഷേപം എന്നുള്ള രീതിയിലേക്ക് സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കാരണമായി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതിനനുസരിച്ച് ഡിമാൻഡിലുണ്ടായിട്ടുള്ള വർധനവ്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് US ഫെഡറൽ റിസർവിൻ്റെ നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നേരത്തെ തന്നെ ഉയർന്ന നിലവാരത്തിലായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് നിന്നിരുന്നത്. അത് കുറയ്ക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ 1-2 വർഷങ്ങളായി മാർക്കറ്റിലുണ്ട്. അതും പുതിയ നിക്ഷേപകരെയും അതുപോലെ തന്നെ റിസ്ക് അധികം എടുക്കാൻ താല്പര്യമില്ലാത്ത നിക്ഷേപകരെയും സ്വർണ്ണത്തിൽ ആകർഷിച്ചിട്ടുണ്ട്. ഒരു സുരക്ഷിത നിക്ഷേപമാണെന്നല്ലെങ്കിൽ എല്ലാവരും സ്വർണ്ണത്തിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ആഗോള സാമ്പത്തിക വളർച്ചയിലുണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു മുരടിപ്പാണ്. യഥാർത്ഥത്തിൽ കോവിഡിന് ശേഷം ആഗോള വളർച്ച, പ്രത്യേകിച്ച് ചൈന അതുപോലെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം പ്രതീക്ഷിച്ച അത്ര നിലവാരത്തിലേക്ക് വളർച്ച വന്നിട്ടില്ല. അതിലും ആളുകൾ കൂടുതൽ റിസ്കി ആയിട്ടുള്ള അസറ്റുകളിൽ നിന്നും മാറിയിട്ട് കുറേ കൂടി സേഫായിട്ടുള്ള സ്വർണത്തിലേക്ക് മാറി എന്നുള്ളതാണ് മൂന്നാമത്തെ ഘടകം. ഇതിനെല്ലാത്തിനും പുറമേ നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായി തന്നെ മിക്ക സെൻട്രൽ ബാങ്കുകളും, പല വിഭിന്ന രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഇതും ചെറുകിട നിക്ഷേപകരെ സ്വാധീനിച്ചൊരു ഘടകമാണ് കഴിഞ്ഞ വർഷം. ഈ എല്ലാ കാര്യങ്ങളും കൂടി ഇന്ത്യ അടക്കം കുറേ ഗോൾഡ് വാങ്ങിച്ചു. ഒരുപാട് പല രാജ്യങ്ങൾ, ചൈന അടക്കമുള്ള പല രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകൾ അവരും തീർച്ചയായിട്ടും ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ മാർക്കറ്റിലുള്ളത് കൊണ്ട് തന്നെ സുരക്ഷിതമായിട്ട് അവരുടെ ആസ്തി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വർണത്തിലേക്ക് പണം മാറ്റിയിട്ടുണ്ട്. ഇതും ചെറുകിട നിക്ഷേപകരെയും മറ്റുള്ള ഒരുവിധം സ്വർണത്തിൽ താല്പര്യമുള്ള എല്ലാവരെയും കൂടുതലായിട്ട് ആകർഷിക്കാൻ ഒരു കാരണമാണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയാൻ താല്പര്യം, അടുത്ത വർഷം സ്വർണത്തിൻ്റെ ഒരു ട്രെൻഡ് എന്തായിരിക്കും? കാരണം 2024 മികച്ച ഒരു പ്രകടനമാണ് സ്വർണം കാഴ്ചവെച്ചത്. അപ്പോൾ 2025 ഈ ഒരു ട്രെൻഡ് തുടരുമോ എന്നാണ് എല്ലാവർക്കും അറിയാനൊരു താല്പര്യമുള്ളത്. അതായത് ഇപ്പം നമ്മൾ നവംബർ വരെയുള്ള കാലയളവിലാണ് മാർക്കറ്റ് നല്ല ഒരു ബൈയിങ് വന്നിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ മാർക്കറ്റ് ഒരു ചെറിയൊരു കറക്ഷൻ്റെ രീതിയിലാണുള്ളത്. ഏകദേശം 10% അടുത്തോളം മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. അത് നമ്മുടെ US എലക്ഷന് ശേഷമാണ് ഈ സെൽ ഓഫ് മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് എങ്ങനെയായിരിക്കും പുതിയ US പ്രസിഡന്റ് എടുക്കുന്ന നയങ്ങൾ എന്നുള്ളതായിരിക്കും. അദ്ദേഹത്തിൻ്റെ ട്രേഡ് പോളിസി എങ്ങനെയായിരിക്കും, അത് എങ്ങനെയായിരിക്കും US ഡോളറിനെ ബാധിക്കുക എന്നുള്ളതിലായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് സ്വർണ്ണവിലകൾ പെർഫോം ചെയ്യാനുള്ള സാധ്യത. ഒരുപക്ഷേ ഡോളർ വീണ്ടും ശക്തി പ്രാപിക്കുകയാണെങ്കിൽ അത് ഗോൾഡിന് നെഗറ്റീവായിട്ടായിരിക്കും വരുന്നത്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പല കാര്യങ്ങളും മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ചൈനയുമായിട്ടുള്ള ട്രേഡ് വാർ, അതുപോലെ തന്നെ താരിഫ് വർധനവ്, ഇത്തരം കാര്യങ്ങൾ US ഡോളറിന് ഒരു പക്ഷേ നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു ഘടകമാണ്. അപ്പം ഡോളറിലുണ്ടാകുന്ന വിലവർധനവ് നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പല രാജ്യങ്ങളുടെയും വളർച്ച 2025 പോസിറ്റീവ് സോണിലേക്ക് വരുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ചൈന പോലുള്ള രാജ്യങ്ങൾ വളരെ വൻതോതിൽ പണം മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം അടുത്ത വർഷം അവരുടെ എക്കണോമിയിൽ പ്രതിഫലിക്കുകയാണെങ്കിൽ നല്ലൊരു വളർച്ചാ തോത് വരികയും സ്വർണത്തിൽ നിന്ന് നിക്ഷേപകർ മാറി ഒരു പക്ഷേ
സ്റ്റോക്ക് മാർക്കറ്റിൽ മാർക്കറ്റിൽ കുറച്ചുകൂടി റിസ്കി ആയിട്ടുള്ള ആസ്തികളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഗോൾഡിൽ ഒരു സെൽ ഓഫ് വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ തന്നെയും വളരെ ശക്തമായ രീതിയിലുള്ള സെൽ ഓഫിനുള്ള സാധ്യതകൾ തുല കുറവാണ്. ഏതാണ്ട് ഒരു വലിയൊരു ഫോൾ വരാൻ സാധ്യതയില്ലെന്നർത്ഥം. അതെ, തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകൾ അറ്റ് പ്രസൻറ്റ് കുറവാണ്. പക്ഷേ ഗ്രാജ്വലി ചെറിയ ഒരു ഡിക്ലൈൻ ടെൻഡൻസിയിലേക്ക് വന്നാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. എന്തു തന്നെയായാലും കഴിഞ്ഞ വർഷവും അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് കണ്ടിരുന്ന ആ ഒരു ബുള്ളിഷ് മൂവ് മാർക്കറ്റിൽ നിന്ന് ചെറിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. എന്തായാലും 2025 നിർണായകമാകുക ട്രംപിൻ്റെ ഒരു നിലപാട് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ട്രംപിൻ്റെ നിലപാടും US ഡോളറിൽ ഉണ്ടായിരിക്കുന്ന പെർഫോമൻസും അതായിരിക്കും തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റിലെ ടെൻഷനുകളിലൊക്കെ ചെറിയ രീതിയിലുള്ള അയവ് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം ട്രംപിൻ്റെ പുതിയ ഭരണകൂടം വരുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ വാറിൽ പുള്ളി ഇടപെടാനുള്ള ഒരു സാധ്യതയൊക്കെ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം നിലനിൽക്കുന്ന ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആവുകയും നിക്ഷേപകർ സ്വാഭാവികമായിട്ടും റിസ്കി അസറ്റിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഡോളറിലൊക്കെ നല്ല രീതിയിലുള്ള വർധനവ് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഗോൾഡിന് പകരം ഡോളറിലേക്ക് തിരിയാം, അതല്ലെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റിലേക്കോ മറ്റു ആസ്തികളിലേക്കോ തിരിയാനുള്ള സാധ്യതകളും നമുക്ക് കാണാം. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു മൾട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയുടെ മൾട്ടി അസറ്റ് അലോക്കേഷൻ എന്ന് പരിഗണിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും സ്വർണ്ണത്തിനൊരു വെയിറ്റേജ് കൊടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും നമ്മൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 2022 മുതൽ നമ്മുടെ വിപണിയിൽ ഏകദേശം 75% സ്വർണ്ണത്തിൽ വർധന വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2015 ശേഷം ശരിക്കും നല്ലൊരു കയറ്റം തന്നെയാണ് മാർക്കറ്റിൽ പ്രൈസിലുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ആഭ്യന്തര വിപണി വിലകളാണെങ്കിൽ ഒരിക്കലും ഒരു പരിധി വിട്ട് താഴോട്ട് വന്നിട്ടില്ല. നല്ല ഡിമാൻഡുണ്ട്. നമ്മുടെയൊക്കെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുണ്ട്. ആഗോളതലത്തിലും നല്ല ഡിമാൻഡ് തന്നെയാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു നിക്ഷേപം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ നല്ലത് സ്വർണ്ണത്തിലൊരു 10% നിക്ഷേപം മാറ്റിവെക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. മാത്രമല്ല ചില സമയങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്ന ഡിപ്പുകൾ, ചെറിയ മാർക്കറ്റിലുള്ള കറക്ഷൻ, അത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഒരു ലോങ് ടേം നിക്ഷേപകനെ സംബന്ധിച്ച് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ SGB ഈ വർഷം ഉണ്ടായില്ല. അപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു വഴിയായിരുന്നു സോവറിൻ ഗോൾഡ് ബോണ്ട് അഥവാ SGB എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ ഏത് തരത്തിലുള്ള നിക്ഷേപം ആണ് സ്വീകരിക്കേണ്ടത്? ശരിയാണ്, ഈ കഴിഞ്ഞ വർഷം നമുക്ക് SGB ലഭ്യമായിരുന്നില്ല. ഒരുപാട് നിക്ഷേപകരെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വന്നിരുന്നൊരു സമയമായിരുന്നു. അറ്റ് പ്രസൻറ്റ് നമുക്ക് SGB പോലെ നിക്ഷേപത്തിന് പലിശ നൽകുന്ന ഒരു സംവിധാനം ഇപ്പം നിലവിലില്ല. അതുകൊണ്ട് തന്നെ നിക്ഷേപകർ, അതായത് ദീർഘകാല നിക്ഷേപകർക്ക് ഫിസിക്കൽ ഗോൾഡ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് ഫിസിക്കൽ മാർക്കറ്റിൽ നിന്ന് ചെറിയ തോതിൽ വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. അതായത് ആഭരണങ്ങളായിട്ടാണോ അതോ ആഭരണങ്ങളായിട്ടോ അല്ലാതെ കോയിനുകളായിട്ടും സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. രണ്ടാമത്തെ ഒരു നിക്ഷേപ പദ്ധതി അല്ലെങ്കിൽ നിക്ഷേപ രീതി എന്ന് പറയുന്നത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലും മറ്റും ഇടുന്നതാണ്. സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിക്ഷേപ പദ്ധതികളിൽ അംഗമാകാവുന്നതാണ്. അത് ഒരു പക്ഷേ വളരെ ദീർഘകാലത്തേക്ക് നല്ലത് ഒരു മീഡിയം ഒരു 5 years ലോക്കിൻ പീരീഡിലൊക്കെ വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക എന്ന് തോന്നുന്നു. പിന്നെ അതിന് പുറമെ ഏകദേശം ഹ്രസ്വകാലത്തേക്ക് ഏകദേശം നമുക്കൊരു 1 year ടേമിലേക്കൊക്കെ സ്വർണത്തിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റിൽ നിന്ന് ലാഭം എടുക്കാൻ വേണ്ടി മാത്രം പ്രതീക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് MCXലൊക്കെ പല ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അവൈലബിൾ ആണ്. 1 ഗ്രാം തൊട്ടിട്ട് 1 കിലോ വരെയുള്ള കോൺട്രാക്റ്റുകൾ ലഭ്യമാണ്. അവർക്ക് അത്തരം കോൺട്രാക്റ്റുകളിലേക്ക് ചെറിയ തോതിൽ നിക്ഷേപിച്ച് മാർജിൻ ഇൻവെസ്റ്റ് ചെയ്ത് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ചെറിയ ടൈം ഹൊറിസോണിലേക്ക് പ്രോഫിറ്റ് എടുക്കാൻ രീതിയിലുള്ള ആളുകൾക്ക് അതും ഒരു നല്ല നിക്ഷേപ മാർഗമാണ്. എന്തായാലും 2025 നിക്ഷേപകർ എങ്ങനെയാണ് നിക്ഷേപം നടത്തേണ്ടത് എന്നെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മോട് ഹരീഷ് ഷെയർ ചെയ്തത്. വളരെ നന്ദി. താങ്ക് യു.